നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ 13ാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു നിർവഹിച്ചു. നെറ്റ്വ പ്രസിഡന്റ് MP സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KK അബ്ദുൽ റസാഖ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി KP നസീബ് സ്വാഗതം പറഞ്ഞു. KK അബ്ദുൽ റഷീദ്, വനിതാ വിംഗ് പ്രസിഡന്റ് സതീദേവി കുളങ്ങര, സിന്ധു മംഗലശ്ശേരി, സീനത്ത് റസാഖ്, VP ഗോപാലൻ, EV കുത്തുബുദ്ദീൻ, V ഷമീർ ബാബു, A മാധവൻ മാസ്റ്റർ, KP കരുണകുമാർ, പാറയിൽ മാനുപ്പ, M മമ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിവിധ ആശുപത്രികളുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പും ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് ആധാർ മേളയും വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികൾക്കുള്ള ആദരവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കും. ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് കുട്ടികൾക്കുള്ള പല തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ മുൻകൂട്ടി നടത്താറുമുണ്ട്. അതിനു പുറമെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യമായി വന്നിട്ടുള്ള ആധാർ തിരുത്തലുകൾ അക്ഷയ സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാം. നമ്മുടെ 13ാം വാർഷികം കൊണ്ടാടുന്നതിന് വേണ്ടിയുള്ള ഒരു ലോഗോ പ്രദർശനത്തിന്റെ പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങളുമായി നമ്മളുടെ രക്ഷാധികാരി റസാഖ് സംസാരിക്കും. 13 വർഷമായി കേൾക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് നമുക്ക് കൊല്ലങ്ങളൊക്കെ പോയത്. ദീപകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ നമ്മൾ ഒരുപാട് അച്ചീവ്മെന്റ് നമ്മൾക്ക് നമ്മുടെ തിരൂർ നഗരസഭയായാലും ജില്ലാ ഭരണകൂടമായാലും കേരള സംസ്ഥാന സർക്കാരായാലും നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ദേശീയ തലത്തിലുള്ള സംഘടനയായാലും ഒക്കെ തന്നെ നമുക്ക് നമ്മൾ അംഗീകാരം നേടിക്കഴിഞ്ഞ ഒരു സംഘടന എന്ന നിലയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ല വലിയ നിലയിലുള്ള ഒരു സംഘടന എന്ന നിലയിൽ നമ്മൾ 13ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പേരിലാണ് ഇന്നിവിടെ ഈ പ്രദേശത്ത് കൂടെ എന്താ പറയാ സ്കൂളിലേക്ക് പണ്ട് കടവ് കിടന്ന് നടന്നു പോയിരുന്ന കീഴേടത്തെ ഒരു അധ്യാപികയുടെ ആ അധ്യാപിക കൈനിക്കര ഉമ്മയിൽ എന്ന ഒരാളുടെ ഭാര്യയായി മാറുകയും അപ്പോൾ ഉപ്പ ഒക്കെ ഏറെ പരിചയിച്ച ഒരു പ്രദേശത്ത് നിൽക്കുമ്പോഴുള്ള എൻ്റെ ഒരു സന്തോഷം ചെറുതൊന്നുമല്ല. കാരണം ഉപ്പയുടെ ഒരു സ്ഥിരം താവളമായിരുന്നു ഒരു കാലഘട്ടത്തിൽ മൈത്രി കലാലയം. ഈ നമ്മുടെ ഓപ്പോസിറ്റ് കോർണറിൽ കാണുന്ന ഇപ്പോൾ ഗണേശ് ഭവൻ നിൽക്കുന്നതിൻ്റെ മുകളിലുണ്ടായിരുന്ന മൈത്രി കലാനിലയം. ഞാനിപ്പോഴും മൈത്രി കലാനിലയം എൻ്റെ കുട്ടിക്കാലമാണ്, എന്നാലും ഞാൻ മൈത്രി കലാനിലയം ഇങ്ങനെ കണ്ണിൽ കാണുകയാണ്. ഒരു അന്ന് ഇപ്പോഴത്തെ സ്പീക്കറല്ല, ഒരു ഹോൺ എന്ന് പറയുമല്ലോ, ഒരു കോളാമ്പി ഇങ്ങനെ പുറത്തേക്ക് ആ പട്ടികയുടെ പുറത്ത് ഇങ്ങനെ ഓടിന്റെ താഴെ ഭാഗത്ത് അല്ലേ, അതെനിക്ക് ഭയങ്കര ഒരു ഓർമ്മയായിട്ട് അതെൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് ആ ഓർമ്മ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ അടുത്ത തലമുറ കടന്നു പോകാൻ പോകുന്നത് അല്ലെങ്കിൽ കടന്നു പോയി കാലെടുത്ത് വെച്ചു എന്ന് നമ്മൾ പറയുന്നത് IT-യിൽ നിന്നും ഒരുപടി കൂടി ഉയർന്നുകൊണ്ട് AI എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു നമ്മൾ ഈ ഇരിക്കുന്നവർക്ക് പലപ്പോഴും ചിലപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചില സുരേഷിനൊക്കെ നമ്മൾക്ക് എന്നെക്കാളൊക്കെ കുറച്ച് കൂടുതൽ അറിയാൻ പറ്റും. പലർക്കും അറിയാൻ പറ്റും. ഞാൻ താരതമ്യ പഠനം നടത്തിയതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു പോകാൻ പോകുന്ന ഒരു തലമുറ ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ബന്ധങ്ങളും സൗഹൃദവും അടുപ്പവും സ്നേഹവും എത്രയാണെന്ന്, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം എത്രയാണെന്ന് നമ്മൾക്കറിയുന്നത് പോലെ ചിലപ്പോൾ ആ തലമുറയ്ക്ക് ഇനി കൊണ്ടു നടക്കാനും പ്രാവർത്തികമാക്കാനും കഴിയുമോ എന്നുള്ളൊരു ആധി എൻ്റെ മനസ്സിൽ പറയുന്നു. കലയെയും പാട്ടിനെയും സംഗീതത്തെയും ഒക്കെ ഒരു ഉപാസന പോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ഫാഷനപ്പുറത്തേക്ക് അതൊരു പാഷനായി കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തെ നമുക്കിത് ഉദ്ഘാടകനായി കിട്ടിയതിൽ തന്നെ നമ്മുടെ ഭാഗ്യമായിട്ടാണ് നാം കാണുന്നത്. അസോസിയേഷന്റെ പരിധിയിൽപ്പെട്ട
വീടുകളിലെ അംഗങ്ങൾ ഒരു വാർഷികം നടത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ നിലനിൽക്കാൻ അനുവദിക്കില്ല. 13 കൊല്ലമായി നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 13ാമത്തെ കൊല്ലം ചെയ്യാതിരിക്കാൻ അവർ സമ്മതിക്കില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. പാൻ മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.